ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പേപ്പർ വാച്ചാണ്. അതിനാദ്യമായി വേണ്ടത് ഇങ്ങനത്തെ ഒരു A4 പോലത്തെ ഒരു ഷീറ്റ്, ഒരു സ്കെയിൽ, ഒരു സിസേഴ്സ്. ഇത്രയും മാത്രം മതി. ആദ്യമേ തന്നെ നമ്മൾ 15 സെൻറ്റിമീറ്റർ ഇങ്ങനെയൊന്ന്, സ്കെയിലില്ലാത്തവർക്ക് ഇങ്ങനെയൊന്ന് മടക്കിയാൽ മാത്രം മതി. ഒരു സ്ക്വയർ ഷേപ്പിൽ നമുക്ക് കിട്ടണം. അത് കഴിഞ്ഞ് സിസേഴ്സ് വെച്ച് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ശേഷം നമുക്ക് ഇങ്ങനെ മടക്കി കിട്ടുന്നു. അതിൻ്റെ ശേഷം നമ്മൾ വീണ്ടും ഇങ്ങനെ ഒരു പ്രാവശ്യം മടക്കണം. അത് കഴിഞ്ഞ ശേഷം ഇവിടെ ഇങ്ങനെ മടക്കി, പിന്നെ ഈ രണ്ട് സൈഡും ഇങ്ങനെ മടക്കണം. അതിൻ്റെ ശേഷം നമ്മൾ ഈ രണ്ട് സൈഡും കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഈ രണ്ട് സൈഡും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെ ഇങ്ങനെ ഒന്ന് മടക്കണം. രണ്ട് സൈഡും അങ്ങനെ തന്നെ മടക്കണം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇങ്ങനെ മടക്കിയതിന് ശേഷം നമ്മൾ ഇങ്ങനെ മടക്കണം. അതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം. വീണ്ടും ആ സൈഡിലേക്ക് തന്നെ രണ്ട് സൈഡും ഇങ്ങനെ മടക്കി കൊടുക്കണം. അതിൻ്റെ ശേഷം നേരെയാക്കിയതിന് ശേഷം ഇത് അകത്തേക്ക് കയറ്റണം, പിന്നെ ഇതും അകത്തേക്ക് കയറ്റണം. ഏകദേശം ഇങ്ങനത്തെ ഒരു രൂപത്തിൽ വേണം കാണാൻ. അതിൻ്റെ ശേഷം നമ്മൾ ഇത് ഇങ്ങോട്ടാക്കണം. പിന്നെ ഈ സൈഡും ഇത് ഇങ്ങോട്ടാക്കണം. പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ ഇത് ഇങ്ങോട്ട് ഇങ്ങനെ ഒന്ന് മടക്കണം. വീണ്ടും ഇങ്ങനെ ഒന്ന് മടക്കണം. രണ്ട് സൈഡ് ഇങ്ങനെ മടക്കണം. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും നമ്മൾ മടക്കണം. ഈ വരയിലേക്ക് വേണം നമ്മൾ മടക്കാൻ. ഇതിൻ്റെ ശേഷം നമ്മൾ ജസ്റ്റ് ഇവിടേക്ക് ഒരു ഇങ്ങനെ ഒന്ന് മടക്കുക. ഈ സൈഡ് ഇങ്ങനെ ഒന്ന് മടക്കുക. അപ്പോൾ നമ്മുടെ പേപ്പർ വാച്ച് റെഡി കഴിഞ്ഞു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പേപ്പർ ഗണ്ണാണ്. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമുക്ക് ഇങ്ങനത്തെ രണ്ട് പേപ്പർ വേണം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് 2 സെൻറ്റിമീറ്റർ വെച്ച് മടക്കണം. അപ്പോൾ നമുക്ക് മടക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ മടക്കി കഴിഞ്ഞു. ഇനി അടുത്ത ഇത് നമ്മൾ 1 സെൻറ്റിമീറ്റർ വെച്ചാണ് മടക്കേണ്ടത്. അപ്പോൾ ഗൈസ്, നമ്മൾ മടക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനെ നടുക്ക് വെച്ച് നമ്മൾ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം. അപ്പോൾ ടോട്ടൽ ഇങ്ങനെ ഉണ്ടാവുന്നതാണ്. വീണ്ടും ഇങ്ങനെ ഒന്ന് മടക്കണം. അതിന് ശേഷം ഈ സാധനം നമ്മൾ ഏറ്റവും കൂടുതൽ ചെറുതായിട്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഇത് ചിലപ്പോൾ ഓടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ വീണ്ടും മടക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. അതിൻ്റെ ശേഷം നമ്മൾ ഇത് ഇവിടേക്ക് വെക്കുക. ഒരു ഷോർട്ട് കട്ട് വേ ആണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇത് ഇങ്ങോട്ട് വെച്ചതിന് ശേഷം ഇത് മടക്കുക. അതിൻ്റെ ശേഷം ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് തിരിച്ചാൽ മാത്രം മതി. അതിൻ്റെ ശേഷം ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ പേപ്പർ ഇതിൻ്റെ നടുക്ക് കൂടെ എടുക്കാം. കുറച്ച് ചുളുക്കൊക്കെ ഉണ്ടാവും. അതൊന്ന് കുറച്ച് മടക്കാനൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവും. അതിൻ്റെ ശേഷം നമ്മൾ ഇവിടെ പിടിച്ച് ഒന്ന് വലിച്ചാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ നമ്മുടെ പേപ്പർ ഗൺ റെഡി. ഹായ് ഫ്രണ്ട്സ്, ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ടിപ്പ് ടോപ്പാണ്. അത് നമ്മൾ ഇങ്ങനെ മടക്കി കൊടുക്കണം. ഇതൊരു 10 സെൻറ്റിമീറ്റർ ഉണ്ടാവും. അതിൻ്റെ 10 സെൻറ്റിമീറ്ററിന് ഇവിടെ നിന്ന് കട്ട് ചെയ്യണം. എന്നിട്ട് കറക്റ്റ് സ്ക്വയർ ആയിട്ടുണ്ട്. സ്ക്വയറിൻ്റെ കൂടെ നമ്മൾ ഇങ്ങനെ 4 വശവും റെക്റ്റാങ്കിൾ പോലെ മടക്കണം.
കറക്റ്റ് ഷേപ്പ് ആയിരിക്കണം. ഒന്നും കൂടെ അതുപോലെ തന്നെ 2 സൈഡും അടക്കണം. ഇതുപോലെ തന്നെ നമ്മൾ തിരിച്ചിട്ട് ബാക്കിലും ഇങ്ങനെ തന്നെ മടക്കണം. നമ്മൾ K4-ലാണ് ഇങ്ങനെ ചുളുക്കമില്ലാണ്ട് ഇങ്ങനെ നന്നായി വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഇവിടുത്തെ സ്ക്വയർ പോലെ ആയിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ മടക്കി കൊടുക്കണം. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ സ്ക്വയർ പോലെ ഇങ്ങനെ അടി പിടിക്കണം. എന്നിട്ട് ഇതിൻ്റെ അടിയിലുള്ള ഇവിടെ 2 ഓട്ട പോലത്തെ തുള്ളി പിടിക്കണം. എൻ്റെ അടി പിടിച്ചിട്ട് ഇവിടെ അടുത്ത റെഡി ആയിരിക്കുന്നു. ഇനി ഇവിടെ നിങ്ങൾക്ക് പേരെഴുതിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കളിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ഇങ്ങനത്തെ ഒരു പൂ ഉണ്ടാക്കുന്നതെന്ന് നോക്കാനാണ് നമ്മൾ പോകുന്നത്. ആദ്യമായി ഇങ്ങനത്തെ 5 പേപ്പേഴ്സ് വേണം. അതിന് ശേഷം ഇത് സർക്കിളിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ്, ഞാനിന്ന് മൊത്തമായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനത്തെ 5 സർക്കിൾസ് എനിക്ക് കിട്ടിയിരിക്കുന്നു. അതിൻ്റെ ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യമേ തന്നെ നമ്മൾ ഈ ഭാഗത്തേക്കൊന്ന് മടക്കുക. അപ്പോൾ കാണാൻ ഇങ്ങനെ ഇരിക്കും. അതിൻ്റെ ശേഷം ഒന്നും കൂടെ മടക്കുക. അപ്പോൾ ഇങ്ങനെ ഇരിക്കും കാണാൻ. വീണ്ടും ഒന്നും കൂടെ മടക്കണം. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ലവ് ഷേപ്പിലായിരിക്കും കട്ട് ചെയ്തെടുക്കേണ്ടത്. പെട്ടെന്നൊന്നും കിട്ടുന്നുണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് പകുതി വെച്ച് കട്ടായി പോകുന്നുണ്ടാവും. അതുകൊണ്ട് നമ്മൾ എങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ 1 കിട്ടിയിട്ടുള്ളൂ. ഇതുപോലത്തെ നമുക്ക് 5 കട്ട് ചെയ്തെടുക്കണം. പുറത്തേക്കായിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ടാക്കുന്നത്. അതിന് ശേഷം നമ്മൾ ഈ കുഞ്ഞിതായിട്ട് ഉണ്ടാക്കി വെച്ചില്ലേ, അത് നമ്മൾ പയ്യെ ഒന്ന് വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതിന് ശേഷം അടുത്ത കുഞ്ഞത് വെക്കണം. ഇത് വെക്കാൻ അല്ലാതെ ഇതിൻ്റെ ഇടയിലേക്ക് ഈ സ്പേസിൽ വെക്കണമെങ്കിൽ കൈ ഇറങ്ങുന്നുണ്ടാവില്ല. അത് കാരണം നമ്മൾ കുറച്ച് ഗമ്മ് നമ്മൾ ഇതിനകത്തേക്ക് ഓൾറെഡി ആക്കി വെച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ഇറക്കി വെക്കുക. ഇതിൻ്റെ ശേഷം നമ്മളൊന്ന് വളച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുക്കുക. അപ്പം ഗൈസ്, നമ്മുടെ പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു ബോട്ടിലായിട്ടാണ്. അതിന് വേണ്ടി ഒരു പാത്രത്തിലായാലും നിങ്ങൾക്കൊരു വെള്ള പെയിന്റ് നിങ്ങളൊരു ബേസ് കോട്ടായിട്ട് അടിക്കണം. ഞാനൊരു സ്പോഞ്ചാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് അടിച്ച സ്ഥലത്ത് തന്നെ അടിക്കണ്ട. അപ്പോൾ ഇങ്ങനെ ഓട്ടയായിട്ട് വരും. ഇത് 2 കോട്ട് അടിക്കണം. അപ്പോൾ ഞാനിത് തീരാറായിട്ടുണ്ട്. ഇനി ഇത് ഉണക്കാൻ വെക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു യെല്ലോ കളറാണ് എടുത്തിരിക്കുന്നത്, ലെമൺ യെല്ലോ. ആ കളർ ഈ സ്പോഞ്ച് കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യും. നമ്മുടെ വെള്ളം ഉണങ്ങിയിട്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് കേട്ടോ ചെയ്യുന്നത്.
ഞാൻ ഇവിടെ തീരാറായിട്ടുണ്ട്. ഇനി ഇത് ഉണക്കിയിട്ട് പിന്നെ ഒരു റെഡ് കളറും കൂടി വേണം. ഈ മഞ്ഞ പെയിന്റ് അടിച്ചിട്ട് ഉണക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റെഡ് ഫാബ്രിക് കളറാണിത്. ഇത് നമുക്കൊന്ന് മുറുക്കി അടച്ചിട്ടൊന്ന് നല്ലോണം ഇങ്ങനെ ഒന്ന് കുലുക്കണം. എന്നിട്ട് തുറന്നിട്ട് ഇത് ഇവിടെ ഇങ്ങനെ പെയിന്റ് ആയിട്ടുണ്ടാവും. അത് ഈ പോയിന്റഡ് ആയിട്ടുള്ള ബ്രഷ് കൊണ്ട് ഇവിടെ നിന്ന് ഈ പെയിന്റ് ഒന്ന് എടുക്കണം. എന്നിട്ട് ഈ ഡോളറിന്റെ സൈനില്ലേ അത് ഇങ്ങനെ എസ് വരയ്ക്കണം. ഇങ്ങനെ വരച്ചിട്ട് ഈ ഡോളറിന്റെ സൈൻ വരയ്ക്കണം. ഇത് ഈ കുപ്പി ഫുള്ളും സ്പേസ് വിട്ട് വരയ്ക്കണം. അപ്പൊ ഫ്രണ്ട്സ്, ഞാനിത് തീരാറായിട്ടുണ്ട്. ഇത് ഒരെണ്ണം കൂടി വരച്ചാൽ മതി. ഇത് ഡോളർ അത്രയ്ക്ക് ശരിയായിട്ടില്ല, നിങ്ങൾക്ക് കാണാം. ഇനി ഞാൻ ഇത് അടച്ചു വെച്ചിട്ട് ഞങ്ങൾക്ക് ദേഷ്യം എടി നമ്മൾ ഇതുവരെയായിട്ട് ബോട്ടിലാക്കി ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഇതിപ്പോ തീരാറായിട്ടുണ്ട്. ഈ ഡോളർ അത്രയ്ക്ക് ശരിയായിട്ടില്ല. ഇപ്പൊ ഞാൻ ഈ ഒരു റിബൺ എടുത്തിട്ട് ഇത്ര നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ ഇങ്ങനെ മുറിക്കാം. ഞാനിപ്പോ ഇത്ര സൈസിലാണ് മുറിക്കുന്നത്. റെഡ് റിബൺ ആയി എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഓക്കെ, അപ്പൊ ഞാൻ ഈ റിബൺ ഒന്ന് കെട്ടുകയാണ്. അപ്പൊ ഫ്രണ്ട്സ്, ഞാനിവിടെ ഒരു ബോ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഈ ബോ കെട്ടിക്കഴിഞ്ഞു. ഒരു ഇച്ചിരി നിൽക്കുന്നില്ല. ഓക്കെ, നമ്മുടെ ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബോട്ടിൽ. ഇത് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈസി ബോട്ടിൽ ആർട്ടാണ്. അപ്പം ഞാനിവിടെ ആദ്യം തന്നെ വെള്ള ബേസ് കോട്ട് അടിച്ചായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാനിത് അതിൻ്റെ മുകളിൽ കൂടെ ഒരു ഈ പിങ്ക് അടിച്ചു നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഗായ്സ്, എൻ്റെ കുപ്പിയുടെ ഉണങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് അങ്ങനത്തെ ഒരു ഇതാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് കാണാതിരിക്കുമല്ലോ, നല്ലൊരു ഇലയാണത്, നല്ല ഡിസൈനാണ്. ഫോണാട്ടോ ഈ ഇല. ഈ ഇലയുടെ പേര് ഫോണെന്നാട്ടോ. അപ്പം ഞാൻ എന്താ പറഞ്ഞാൽ ഈ ഇലേൻ്റെ പേര് ഫോണെന്നാണ്. ഇത് നമ്മളുടെ ചുമലിക്കൂടിയൊക്കെ വളരും കേട്ടോ. എല്ലാവരും വീട്ടിൽ കാണുമല്ലോ, എല്ലാ വീട്ടിലുണ്ട്. അപ്പം ഞാനിതാ ഈ ഇലയിലേക്ക് ചീത്തയാക്കി ഉണ്ടല്ലോ. അപ്പം ഞാനിതാ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഫെവിക്കോളാണ് അത് ഞാനിത് ഫിനിഷ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ഈ പശ തൂക്കി കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ ഇതെടുത്തിട്ട് ഈ ഇവിടേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലായിരിക്കും, ഞങ്ങൾക്ക് ഒട്ടിക്കാൻ വിധത്തിൽ ഒന്ന് ചെയ്യാണ്. ഗൈസ്, ഇത് വളച്ച് വേണം ഒട്ടിക്കാൻ നിങ്ങൾ ചെയ്യുമ്പോൾ. നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നിൽക്കുന്നില്ല. അപ്പൊ ഞങ്ങളൊന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തെടുക്കും. കൂടുതലായിട്ട് നിൽക്കാത്തതുണ്ട്, ഇവിടെ വെക്കാം കേട്ടോ. ഇതിന്റെ മുകളിൽ കുറച്ച് സെന്റർ നല്ല ഷേപ്പിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇല പോവുകയാണെങ്കിൽ വേണേ അവിടെ ഇങ്ങനെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് കൊടുത്താൽ മതി. അപ്പൊ ഞങ്ങൾ ഇവിടെ ഒരു റിബണും എടുത്തിട്ടുണ്ട്. വൈറ്റ് ആട്ടോ.
നമുക്ക് ഇഷ്ടമുള്ള കളർ ചെയ്യാം. പക്ഷെ ഈ പിങ്കിനും ഗ്രീനും നല്ലത് വൈറ്റ്. അത് കാരണം ഞങ്ങൾ ഈ കളർ എടുക്കുന്നത്. എന്നിട്ട് ഇതൊരു ബോ ആയിട്ട് കെട്ടുന്നത്. ശരിയായിട്ടില്ല, അതങ്ങനെ നിൽക്കട്ടെ. ഓക്കെ, ഇപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ബോട്ടിലാണ് ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്ലെയിൻ ആണ്. ആദ്യം അതിന് ഇങ്ങോട്ടേക്കൊന്ന് മടക്കുക, പിന്നെ ഇങ്ങോട്ടേക്ക് ഒന്ന് മടക്കുക, പിന്നെ നമ്മൾ ഉള്ളിലേക്ക് ഒന്ന് മടക്കണം. ഇനി ഇങ്ങോട്ടേക്കൊന്ന് മടക്കാം, തിരിച്ചു വെച്ചിട്ട് ഇങ്ങോട്ടേക്കൊന്ന് മടക്കാം. ഇതാ നമ്മുടെ പ്ലെയിൻ റെഡി ആയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ
ഗൈസ് എന്നിട്ട് ഞാനിതാ ഇവിടെ വേറെ ഒരു പേപ്പറിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിതാ ഇവിടെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടില്ലേ മടക്കി, ഞാനവിടെ ഫെവിക്കോൾ ഇട്ടിച്ചു. ഫെവി സ്റ്റിക്കാട്ടോ ഇത്, സോറി. എന്നിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഈ പുറത്തേക്ക് വരുന്നില്ലേ ആ ഭാഗത്ത് ഇത് നല്ലോണം ചെയ്ത് വെക്കാം. എന്നിട്ട് അത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അപ്പം എനിക്കിതിൻ്റെ ബാക്കി ആ ഇവിടെ രണ്ട് വശം വരുന്നില്ല, ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ കുറച്ച് ഗമ്മ തൂത്ത് വെക്കും. ഗമ്മ എന്നിട്ട് ഞാനിതാ ഇവിടെ ഇങ്ങനെ കൂട്ടി മടക്കുന്നുണ്ട് കേട്ടോ. ഇതല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഭയങ്കര ടഫായിരിക്കും. മടക്കി കൊടുത്തിട്ടുണ്ട്. ഞാനെന്താ വേറൊരു പീസ് ഇങ്ങനത്തെ കട്ട് ചെയ്തിട്ട് നിറച്ചും പശു ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഈ ഫസ്റ്റ് തന്നെ ഇവിടെ തുടങ്ങുന്നില്ലേ അവിടെ ഒന്ന് കുറച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ അല്ല, നമുക്ക് വേണമെങ്കിൽ ഇത് എവിടെ നിന്നും തുടങ്ങാം കേട്ടോ. അവിടെ ആദ്യം ഒരു പേപ്പർ ഞാൻ ചെയ്യുക, അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. നല്ല സ്ട്രോങ് ആവാനായിട്ട് ഞാനിവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇതൊക്കെ ഇങ്ങനത്തെ ഒരു രൂപമാണ് കിട്ടുക. ഇപ്പം ഞാനെന്താ ഇതിൻ്റെ ഇവിടെ പശ തൂത്ത് കൊടുക്കും. ഇതിൻ്റെ ഇവിടെയും എന്താ അതിൻ്റെ ഒരു നടുക്കെന്ന് പറയുന്ന ഒരു സെൻറ്റർ ഞാനിത് ഇവിടെ നല്ല പശ തൂത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ടിരിക്കേണ്ട നമ്മുടെ അതുകൊണ്ട് ഇതിപ്പോൾ നമുക്ക് വളരെ ഈസിയാണ് കേട്ടോ. ടപ്പടപ്പാണ് ഉണ്ടാക്കിയെടുത്തത്. എന്നിട്ട് ഞാനിതാ ഇത് രണ്ടും കൂടി ഇവിടെ കൂട്ടി ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യം ഇവിടെ ഉണ്ടാക്കി വെച്ച അതിൻ്റെ ഇവിടെ മോള് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന ഇതെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ വേറൊരു പേപ്പർ എടുത്ത് ഇങ്ങനെ മടക്കി കൊടുക്കും. ഞാനിവിടെ ഇങ്ങനെ ഈ ലെവലിൽ മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ സിസേഴ്സ് എടുത്ത് ഇവിടെ നല്ല ഷേപ്പ് ആവാൻ വേണ്ടി ആ മൂലയും ഈ മൂലയും മുറിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഇവിടെ നല്ല സ്ട്രെങ്തി വരണം. ഇതാ ഞാനിവിടെ ഒരു ഓവൽ ഷേപ്പ് ഇവിടെ വെച്ചിട്ട് ഇതാ വേറെ ഒരു ഇതെടുത്ത് നല്ലോണം ചുറ്റി കൊടുത്തായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതിവിടെ കുറച്ച് പശ തരുന്നുണ്ട്. ഇതിലും നല്ല പശ വെക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിവിടെ ഇതെടുത്ത് കറക്റ്റ് വരുന്ന സെൻറ്ററിലെ അവിടെ തന്നെ അങ്ങോട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതവിടെ ഒട്ടിച്ച് 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് നല്ല സ്ട്രോങ് ആയിരിക്കാം. ഇവിടെ വേറെ ഒരു പീസ് അതിൻ്റെ മുകളിൽ അങ്ങനെ ഒട്ടിച്ചെടുക്കുക.
നല്ല സ്ട്രോങ് ആയിരിക്കും കേട്ടോ നമ്മുടെ ബട്ടർഫ്ലൈ. ഇത് ഇവിടെ നല്ല ഇവിടെ നൊട്ട് ഇങ്ങനെ പൊങ്ങി പൊങ്ങി അതിൻ്റെ പൊങ്ങി. എന്നിട്ട് നമുക്കിതാ ഇവിടെ ഇതാ ഇങ്ങനെ ഒരു ഇത് കാണുന്നുണ്ട്. ഞാൻ എന്നിട്ട് ഇതാ അവിടെ ഇതാ ഒരു കണ്ണും ഞാൻ നമുക്ക് വേണമെങ്കിൽ ഇവിടെ സ്കെച്ചും കൊണ്ടും വരച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ പെട്ടെന്ന് അങ്ങോട്ട് സ്കെച്ച് എടുക്കുന്നുണ്ട്. ഞാനിവിടെ വേറെ ഒരു ഇത്രയും പീസ് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിത് ഇങ്ങനെ മടക്കിയിട്ട് എൻ്റെ കയ്യിൽ ഞാനൊരു ഒരു പെൻസിലെടുത്ത് ഒന്ന് ഇവിടെ ഇങ്ങനെ ഒന്ന് വരച്ചു. അപ്പൊ ഗൈസ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. തീർച്ചയായും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും കമന്റും ചെയ്യണം. മറക്കരുത്.